തീയതി മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമറ്റത്തും കിടന്നുറങ്ങിയ ഒരുപറ്റം മനുഷ്യര്. അവര് നേരം പുലർന്നില്ല, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുറങ്ങി അവര് മരണത്തിലേക്ക് ഒഴുകിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ ഗ്രാമത്തിന്റെ ഒരു വശത്തോടെ ഒഴുകുന്ന നദിയുടെ പേര് ചാലിയാർ പുഴ. ജൂലൈ 30 ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ നിങ്ങൾക്ക്? ജൂലൈ 30 ചാലിയാർ പുഴയിലൂടെ മനുഷ്യന്റെ ജഡങ്ങൾ ഇങ്ങനെ ഒഴുകി വരിക. ഞങ്ങൾ വയനാടിൽ നിന്ന് ദൂരെയ വെള്ളച്ചാട്ടങ്ങളെല്ലാം ചാടിക്കടന്ന് മനുഷ്യന്റെ മൃതശരീരം ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുമ്പോ തോണികളിലൂടെ മൃതശരീരം പെറുക്കിയെടുക്കാൻ പോയ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മനുഷ്യന്റെ മൃതശരീരം പെറുക്കിയെടുക്കുമ്പോ തലയുള്ളതിന് ഉടലില്ല, ഉടലുള്ളതിന് പൂർണ്ണതയില്ല, കൈകളില്ല, കാലുകളില്ല, മനുഷ്യ ജഡങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. മഹാദുരന്തം നമ്മൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ? എല്ലാവരും ഓടിയെത്തില്ലേ വയനാട്ടിന്റെ മണ്ണിലേക്ക്? ആ പാവപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സകല മനുഷ്യരും ഒഴുകിയെത്തി. കൂട്ടത്തിൽ ആര് വന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വിമാനത്തിൽ വന്നു, കണ്ണൂർ ഇറങ്ങി, എന്നിട്ട് ഹെലികോപ്റ്ററിൽ വന്നു വയനാട്ടിലേക്ക്. പൈസ ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. എന്താ ഞാൻ അങ്ങനെ പറയാൻ? 2018-ലെയും 2019-ലെയും മഹാപ്രളയത്തിന്റെ കാലത്ത് നിങ്ങളുടെ ഈ മധ്യ കേരളത്തിൽ ആലപ്പുഴയിലടക്കം കെട്ടിടത്തിന്റെ മുകളിൽ കിടക്കുന്ന കുടുങ്ങിപ്പോയ നരഗർഭിണികളെ ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാര് ഹെലികോപ്റ്ററിൽ വന്ന് കയറിന്റെ കോവണി വെച്ചിറക്കി രക്ഷപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോ നരേന്ദ്രമോദി റെസീറ്റ് വെച്ച് വരുന്നു. എന്തിനാ റെസീറ്റ്? ഹെലികോപ്റ്ററിന്റെ വാടക എവിടെ? ഇവളുടെ തറവാട്ടിൽ കൊണ്ടുവന്ന ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നുള്ള പണം കൊണ്ടുള്ള ഹെലികോപ്റ്ററിന്റെ പണം. ഇന്ത്യയുടെ പട്ടാളക്കാര് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കേണ്ടവര്, അവർക്ക് പണം തരണം, ഇല്ലെങ്കിൽ നിങ്ങളെ റേഷൻ കുറക്കുന്ന പറഞ്ഞ് ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ആ നരേന്ദ്രമോദി പ്രത്യേക ഹെലികോപ്റ്ററിൽ വന്നു, ദുരന്തബാധിത സ്ഥലങ്ങൾ ഹെലികോപ്റ്ററിലൂടെ പറന്നു കണ്ടു, എന്നിട്ട് മേപ്പാടിയിൽ ഇറങ്ങി, മേപ്പാടിയിൽ ആശുപത്രിയിലേക്ക് പോയി. ആ മേപ്പാടിയിൽ ആശുപത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഉമ്മാന്റെ കൂടെ കിടക്കുന്ന 2.5 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് നൈസമോൾ എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ അവൾ ഇങ്ങനെ തടവി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കണ്ണട ഊരി അവൾ കളിച്ചു. എട്ടും പൊട്ടും തിരിയാത്ത 2 വയസ്സുകാരി, 2.5 വയസ്സുകാരിക്ക് അറിഞ്ഞൂടാ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന്. ഞാനും നിങ്ങളും ടെലിവിഷനിൽ ആ വാർത്ത കണ്ടു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ പത്രങ്ങളിൽ നമ്മൾ ആ ചിത്രം കണ്ടു. ആ ചിത്രം ലോകത്തിന് മുമ്പിൽ മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് RSSകാരും BJPക്കാരും ലോകത്തോട് പറഞ്ഞു, കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന്. സാന്ദർഭികമായി പറയാണ് പ്രിയപ്പെട്ടവരെ, സഖാക്കള്, നിങ്ങൾക്കറിയോ ആരാ നൈസമോളെന്ന്? ആരാ നൈസമോളെന്ന് നിങ്ങൾക്കറിയോ? ഈ പ്രളയമുണ്ടായി 2 മാസം കഴിഞ്ഞപ്പോ കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയി.